സഹോദരൻ ശരിക്കും ഉറക്കമാണോ എന്നറിയാൻ ഒരാൾ പെൻസിൽ കൊണ്ട് അവന്റെ കണ്ണിൽ കുത്താൻ ശ്രമിച്ചു. എന്നാൽ ഇയാൾ വീട്ടിൽ നിന്ന് പുറത്തുപോയ ഉടൻ സഹോദരൻ എഴുന്നേറ്റു. അവൻ രഹസ്യമായി ഇയാളെ പിന്തുടർന്നു. സാധാരണയായി നടക്കാൻ കഴിയാത്ത തന്റെ സഹോദരൻ സാധാരണ പോലെ നടക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് അത്ഭുതമായി. ഇയാൾ സഹോദരനെ ഒരു സംശയാസ്പദമായ സ്ഥലത്തേക്ക് പിന്തുടർന്നു. സഹോദരൻ ഒരു ഗുണ്ടാസംഘത്തിന്റെ നേതാവാണെന്ന് മനസ്സിലാക്കി ഇയാൾ ഞെട്ടിപ്പോയി. താൻ കണ്ടെത്തിയതെല്ലാം ഉടൻ അമ്മയോട് പറഞ്ഞു. അമ്മയും ഭയന്നുപോയി അച്ഛനോട് പറയാൻ തീരുമാനിച്ചു. പിന്നീട് ആ രാത്രിയിൽ ഇയാൾ ആകസ്മികമായി അമ്മയുടെ ഫോൺ സംഭാഷണം കേട്ടു. തങ്ങളുടെ രഹസ്യം മകൻ കണ്ടെത്തിയെന്നും അവനെ കൊല്ലാൻ പോലും പദ്ധതിയിടുന്നുണ്ടെന്നും അവൾ ഭർത്താവിനോട് പറഞ്ഞു. ഇത് കേട്ട് ഇയാൾ ഭയന്നു. എന്നാൽ അബദ്ധത്തിൽ ഒരു ശബ്ദമുണ്ടാക്കി. അമ്മ ഉടൻ സംഭാഷണം നിർത്തി പരിശോധിക്കാൻ എഴുന്നേറ്റു. ഭാഗ്യവശാൽ ഇയാൾ വാതിലിന് പിന്നിൽ ഒളിച്ചു കണ്ടെത്തപ്പെട്ടില്ല. ആ സമയം അച്ഛൻ അമ്മയോട് ഇയാൾ ശരിക്കും ഉറങ്ങുകയാണോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ഇയാൾ ഉടൻ തന്റെ മുറിയിലേക്ക് ഓട്ടി. അമ്മ വന്ന് ഉറങ്ങുന്ന ഇയാളെ കണ്ടപ്പോൾ തിരിഞ്ഞുപോയി. എന്നാൽ ഇയാൾ ഉണർന്നപ്പോൾ അമ്മ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ വിചിത്രമായ ചിരി കണ്ട് അയാൾ ഭയന്നു. എങ്കിലും അമ്മ ഉപദ്രവിക്കാതെ തിരിഞ്ഞുപോയി. ഇവർ ശരിക്കും തന്റെ കുടുംബമാണോ എന്ന് സംശയിക്കാൻ തുടങ്ങി. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി 3 പേർ തന്റെ കുടുംബമായി നടിക്കുന്നുവെന്നും തന്നെ 1 മാസമായി വീട്ടിൽ പൂട്ടിയിട്ട് നിരീക്ഷിക്കുകയാണെന്നും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ പോലീസുകാർക്ക് ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് തോന്നി. അവർ ഉടൻ ഇയാളുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചപ്പോൾ ഇയാൾക്ക് 40 വയസ്സായെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് കേട്ട് ഇയാൾക്ക് ആശയക്കുഴപ്പമായി. എന്നാൽ ഇയാളുടെ വീട്ടിലെ കലണ്ടറിൽ 20 വർഷം മുൻപത്തെ തീയതിയാണ് കാണിച്ചിരുന്നത്. എന്ത് സംഭവിക്കുന്നുവെന്ന് മനസ്സിലാവാതെ ഇയാൾ അന്വേഷിക്കാനായി വീട്ടിലേക്ക് തിടുക്കത്തിൽ പോയി. കിടപ്പുമുറിയിൽ തിരിച്ചെത്തിയപ്പോൾ രക്തം പുരണ്ട 2 വ്യാജ ആളുകളെയും അടുത്ത് ഒരു രക്തം പുരണ്ട കത്തിയും കണ്ടു. എന്ത് സംഭവിച്ചു എന്ന് ആലോചിക്കുമ്പോൾ ഇയാളുടെ വ്യാജ കുടുംബം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. ഇയാളുടെ വ്യാജ സഹോദരൻ പറഞ്ഞു, 20 വർഷം മുൻപ് ഇവിടെ ഒരു കൊലപാതകം നടന്നിരുന്നു. അന്ന് നടന്ന അന്വേഷണത്തിൽ ഇയാളായിരുന്നു കൊലപാതകിയെന്നും വ്യാജ സഹോദരൻ അതിജീവിച്ച കുട്ടിയായിരുന്നു എന്നും കണ്ടെത്തി. ഇയാൾ കൊലപാതകം നടത്തിയ ശേഷം ഓർമ്മ നഷ്ടപ്പെട്ടതാണെന്ന് തെളിഞ്ഞു. അതിജീവിച്ച ആ കുട്ടി കൊലപാതകത്തിന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഇയാളുടെ വ്യാജ കുടുംബമായി അഭിനയിക്കാൻ 2 പേരെ മനഃപൂർവ്വം നിയമിച്ചതാണ്. 20 വർഷം മുൻപത്തെ കൊലപാതകം ഓർമ്മിക്കാൻ ഇയാളെ സഹായിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശ്യം. ഇതോടെ ഇയാൾക്കൊടുവിൽ ഓർമ്മകൾ തിരിച്ചുകിട്ടി. താനാണ് എല്ലാം ചെയ്തതെന്ന് ഇയാൾ വ്യാജ കുടുംബത്തോട് ഏറ്റുപറഞ്ഞു. എന്നാൽ പ്രതികാരത്തിനായി ഇയാളെ കൊല്ലുന്നതിനു പകരം സത്യം മനസ്സിലാക്കിയ ആൾ വെറുപ്പ് മാറ്റിവെച്ച് ആശുപത്രി വിട്ടു. എങ്കിലും തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി ഇയാൾ സ്വന്തം ശരീരത്തിൽ വിഷം കുത്തിവെച്ചു.